ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡിൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് അവർ ഇറക്കി ചെയ്യുന്ന വാഹനമാണ്. അത് മാത്രമല്ല വണ്ടി നല്ല ക്ലിക്കായിരുന്നു, അത് വേറെ കേസ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2016 മോഡൽ 10ാം മാസം പുറത്തേക്ക് വന്നേക്കണം, പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണം എക്കോസ്പോർട്ട് 1.5 ടൈറ്റാനിയം ഓട്ടോമാറ്റിക് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. KL7 ആണ് രജിസ്ട്രേഷൻ വന്നേക്കണം. വളരെ ലോ കിലോമീറ്ററാണ് ഈ വാഹനം ഓടിക്കണം. അപ്പോൾ എത്ര കിലോമീറ്ററാണ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചേക്കാം. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് കാണാം. 15 കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട്. ഇത് ടൗൺ മൈലേജ് ആയിരിക്കണം, ഹൈവേയിൽ കുറച്ചുകൂടി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കണ്ടുവരാനും ശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കും. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് 2016 മോഡലിൽ പുറത്തേക്ക് വന്നേക്കണം എക്കോസ്പോർട്ടാണ്. അപ്പോൾ എക്കോസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർഡിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ തിളങ്ങി നിന്നേണ്ട വാഹനമാണ് എക്കോസ്പോർട്ട്. പ്രത്യേകിച്ച് ഈ വാഹനമാണ് ഒരു കോമ്പാക്ട് XUV ലെവലിൽ ഉണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു കലക്കം വാഹനം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫോർഡ് ഇപ്പോൾ സർവീസ് സ്റ്റോപ്പ് ചെയ്യാനും ഇപ്പോഴും ഈ വാഹനത്തിന് നല്ല ഡിമാൻഡാണ്, പ്രത്യേകിച്ച് എക്കോസ്പോർട്ടിന്. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 ടൈറ്റാനിയം ഓട്ടോമാറ്റിക്കിൽ വന്നേക്കണം എക്കോസ്പോർട്ടാണ്. 2016 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 2016 മോഡൽ 10ാം മാസം പുറത്തേക്ക് വന്നേക്കണം പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണം വാഹനമാണ്. പൊതു സിംഗിൾ ഓണർ വാഹനം. രജിസ്ട്രേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ KL7 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കണം. പിന്നെ ഇതിന് ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കണം. നല്ല കലക്കം വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്കോസ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ പാർട്സിലേക്കും പോയേക്കാം. ഇതിൻ്റെ ടയേഴ്സ്, വീലാർസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. വീലാർസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വീലാർസ് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടയർ നോക്കാം. ടയർ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സ്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫോർഡിൻ്റെ ഒറിജിനൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഹെഡ് ലാംപ്സൊക്കെ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഹെഡ് ലാംപ്സ്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സും കാര്യങ്ങൾ നോക്കാം. ഇതും ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫോഗ് ലാംപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രില്ലൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഗ്രിൽസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഹെഡ് ലാംപ്സും ഡീസൻ്റ് ആയിട്ടിരിക്കുന്നു. ഫോഗ് ലാംപ്സ് നോക്കാം. ഇവിടെയും ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന ഫോഗ് ലാംപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സൈഡിലേക്ക് വരുമ്പോൾ വീലാർസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന വീലാർസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടയേഴ്സ് നോക്കാം. ടയേഴ്സും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ടയേഴ്സ്, അലോയ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന ഡോർസ്. അതേപോലെ തന്നെ ഇതിൻ്റെ റണ്ണിങ് ബോർഡും കാര്യങ്ങളും നോക്കാം. റണ്ണിങ് ബോർഡും ഇവിടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന റണ്ണിങ് ബോർഡ്. ബാക്ക് സൈഡിലേക്ക് വരാം. ടയേഴ്സ് നോക്കാം. ടയേഴ്സൊക്കെ പക്ക ക്വാളിറ്റി ഇരിക്കുന്ന ടയേഴ്സാണ്. അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. അതേപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ടൈറ്റാനിയം ഓപ്ഷൻ കൊണ്ട് തന്നെ ഇവിടെ സ്പെയർ വീൽ കവർ ചെയ്യാനുള്ള ഒരു കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. എക്കോസ്പോർട്ട് ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലൊക്കെ നമുക്കിവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റണ്ണിങ് ബോർഡും കാര്യങ്ങളും നോക്കാം. റണ്ണിങ് ബോർഡൊക്കെ ഇവിടെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന റണ്ണിങ് ബോർഡ്. ഓക്കെ, കീലെസ് എൻട്രി വരുന്നത്. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണോ. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എയർ ബാഗിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മിഡിൽ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ആ AC-യുടെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. വേറെ നമുക്ക് എടുത്ത് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റിൻ്റെ കളർ കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കളറൊക്കെ ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല മാച്ചിങ്ങിൽ തന്നെ നിൽക്കുന്നു. റിയർ ബാർ സീറ്റ് നോക്കാം. ഇതും നല്ല വൃത്തിയിൽ തന്നെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു. റൂഫൊക്കെ പക്ക ക്വാളിറ്റി വെക്കണം. ഇവിടെ നമുക്ക് എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എയർ ബാഗിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റേഴ്സാണ് അടുത്ത്. എന്ന് പവർ ഓൺ ചെയ്യട്ടെ. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടറാണ്. പവർ ഓൺ ചെയ്യുമ്പോൾ 33,569 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എന്താണ് അവസ്ഥ നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ്. അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൽ ലുക്ക് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗവും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം.
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്യാം. ലീക്കേജൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. എഡ്ജസ് നോക്കാം, ടാപ്പോണും കാര്യങ്ങളും നോക്കാം. വളരെ സ്ലോയിലാണ് എല്ലാ ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡും കൂടി നോക്കിയാൽ ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ബൂട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നമ്മൾ അതിവിശാലമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത ബൂട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമുക്കിവിടെ കാണാൻ പറ്റില്ല, എന്നാലും നീറ്റായിട്ട് നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അതേപോലെ തന്നെ ഹെഡ്ജസും കൂടി നോക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്പെയർ വീല് കാണിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല, കാരണം അത് കവറിൽ റാപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ്. അതേപോലെ തന്നെ ഡോറിൻ്റെ പാഡും കാര്യങ്ങളും നോക്കാം കേട്ടോ. ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡോർസ്. സ്പെയർ വീൽ കാണിക്കാനുള്ള ഓപ്ഷനില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് 2016 മോഡൽ 10 മാസം പുറത്തേക്ക് നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനം കണ്ടു കഴിഞ്ഞാൽ പെട്രോൾ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. മൈലേജൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉണ്ടെന്ന്. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് 33,000 കിലോമീറ്റർ ഓടിക്കുന്ന നല്ല കലക്കം വാഹനമാണ്. ഇത് സിംഗിൾ ഓണർ വാഹനം കൂടിയാണ്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും വന്നേക്കണം. വെറും 33,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനം. IDV വാല്യൂ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 6,10,000 രൂപ IDV നിലവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ നമ്മുടെ വീഡിയോ കൊണ്ടാണ് വാഹനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഈ വാഹനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കാൻ മറക്കരുത്. 7012665202 നമ്പറുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 500 രൂപീസിന് ഡീസലോ പെട്രോളോ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട എല്ലാവരും. വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചേക്കാം. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ വേണ്ടി എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 6.90 lakhs, 6,90,000 ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. നമ്മൾ സബ്സ്ക്രൈബർ അടുത്ത് പറഞ്ഞേക്കാം. നെഗോഷിയേറ്റ് ചെയ്യാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.